മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നേ ദിവസം കർത്താവ് നമുക്കൊരുക്കി നൽകിയിരിക്കുന്ന ദിവസമാണ്. ഈ പ്രഭാതത്തിൽ കർത്താവിനോട് നന്ദി പറയുവാനായി നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ കൃതജ്ഞതയോടെ നമുക്കായിരിക്കാം. പുതുജീവൻ നൽകുവാനും പുത്തൻ ഉണർവോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാനുമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നന്ദി പറയുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുമായി നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും പ്രത്യേകമായി ഈ പുതിയ വർഷത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാനായി സമർപ്പിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ പലതരത്തിലുള്ള രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ, അവരുടെ വേദനകൾ, സഹനങ്ങൾ അനുഗ്രഹങ്ങളായി തീരുവാൻ കിടപ്പ് രോഗികളായ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈ ശുശ്രൂഷയിലൂടെ അനേകരിൽ കർത്താവിൻ്റെ സ്നേഹം നിറയുവാൻ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളുണ്ടാകാനായി പ്രാർത്ഥിക്കാം. വചനം സ്വീകരിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനം സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ആത്മാവിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ വചനം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം. യോഹന്നാൻ 8:12. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവരാരും അന്ധകാരത്തിൽ നടക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ പ്രകാശമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് എല്ലാവരിലും പുതിയൊരു പ്രത്യാശയും പുതു ചൈതന്യവും പകർന്നവനാണ് ഈശോ. ഇന്നും പകർന്നുകൊണ്ടിരിക്കുന്നവനാണ് കർത്താവ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള സകലത്തെയും ഉദ്ദേശിക്കുന്നുണ്ട്.
എല്ലാവരെയും ഉദ്ദേശിക്കുന്നുണ്ട്, എല്ലാ മേഖലകളെയും ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും വെളിച്ചം പകരുന്നവനാണ് കർത്താവ്. എല്ലാ മേഖലകളെയും അന്ധകാരത്തെ നീക്കിക്കളയുന്നവനാണ് കർത്താവ്. എല്ലാ മേഖലകളിലുമുള്ള എല്ലാ തരത്തിലുമുള്ള തിന്മകളെ അകറ്റിക്കളയുന്നവനാണ് കർത്താവ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. ലോകത്തിൻ്റെ പ്രകാശമായ കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്ന് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയാണ്. വെളിച്ചമായി നമ്മുടെ മുൻപിൽ അവൻ നിൽക്കുകയാണ്. അപ്പോൾ ആ വെളിച്ചത്തെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. വെളിച്ചത്തെ സ്വീകരിക്കുന്നവരിൽ നിന്ന് അന്ധകാരം മാറ്റപ്പെടുന്നുണ്ട്. തിരുവചനത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 6-ാം തിരുവചനം. വചനത്തിലൂടെ ഇപ്രകാരം നമ്മൾ കാണുന്നു, വായിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളോളം എൻ്റെ രക്ഷയാകുവാൻ വിജാതിയരുടെ വെളിച്ചമായി ഞാൻ നിന്നെ തന്നിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളോളം എൻ്റെ രക്ഷയാകുവാൻ വിജാതിയരുടെ വെളിച്ചമായി ഞാൻ നിന്നെ തന്നിരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് വെളിച്ചമാകുവാനാണ്, മറ്റുള്ളവർക്ക് വെളിച്ചമേകുവാനാണ്. അന്ധകാരത്തിൽ കഴിയുന്നവരെ പ്രകാശത്തിലേക്ക് അടുപ്പിക്കാനാണ്. പ്രകാശമെന്ന് പറഞ്ഞാൽ യേശുവാണ്, വെളിച്ചമെന്ന് പറഞ്ഞാൽ യേശുവാണ്. യേശു പറഞ്ഞ അതാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ യേശുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നൽകപ്പെട്ട ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ലോകത്തിലായിരിക്കുന്ന നാം ഈ ലോകത്തിൻ്റെതായ ജീവിത മേഖലകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വരുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ട വെളിച്ചത്തെ മങ്ങലുള്ളതാക്കി തീർക്കാം. അങ്ങനെയെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ മേഖലകളെല്ലാം അനുഗ്രഹമായി തീരുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, വിജാതിയരുടെ ഇടയിൽ, കർത്താവിനെ അറിയാത്തവരുടെ ഇടയിൽ, അതേപോലെ തന്നെ കർത്താവിനെ തള്ളിപ്പറയുന്നവരുടെ ഇടയിൽ വെളിച്ചമായി നിലനിൽക്കുവാനായി നമുക്ക് സാധിക്കുമ്പോഴാ മാത്രമാണ് നമ്മുടെ ആ ഒരു ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അതിനെക്കുറിച്ചാണ് തിരുവചനം നമ്മെ പഠിപ്പിച്ചത്. ഭൂമിയുടെ അതിർത്തികളോളം എൻ്റെ രക്ഷയാകുവാൻ വിജാതിയരുടെ വെളിച്ചമായി ഞാൻ നിന്നെ തന്നിരിക്കുന്നു. നാം മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കേണ്ടവരാണ് എന്ന ഒരു സന്ദേശം കർത്താവ് നമുക്ക് നൽകിയ. ഈ ലോകത്തിൽ ഒട്ടനവധി മഹാന്മാർ വന്നിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരെല്ലാം ഭൗതികമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെയാണ് ചെയ്തത്. എന്നാൽ പൂർണ്ണതയിൽ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ നീക്കുവാൻ, പൂർണ്ണതയിൽ ഈ ലോകത്തിൻ്റെ തിന്മകളെ മാറ്റുവാൻ, പൂർണ്ണതയിൽ ഈ ലോകത്തിൻ്റെ മേൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന എല്ലാത്തിൻ്റെ മേലും അധികാരം സ്ഥാപിക്കുവാൻ ആർക്കും സാധിച്ചില്ല. അങ്ങനെ സാധിച്ചവൻ അവൻ യേശു മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞതും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. അപ്പോൾ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. കർത്താവിന് അധികാരം ലഭിച്ചത് ആരുടെയെങ്കിലും അധികാരം സ്വന്തം പ്രയത്നം കൊണ്ട് സ്വാധീനം കൊണ്ടോ സ്വീകരിച്ചത് കൊണ്ടൊന്നുമല്ല, മറിച്ച് സകലത്തിൻ്റെയും ഉടയവനായതുകൊണ്ടാണ്. എല്ലാത്തിൻ്റെയും ഉടയവനായതുകൊണ്ട് കർത്താവിന് അധികാരമുണ്ടായിരുന്നു എല്ലാറ്റിൻ്റെ മേലും. അത് ആരെങ്കിലും നൽകിയതല്ല, ആരിൽ നിന്നെങ്കിലും പിടിച്ചു വാങ്ങിയതല്ല, മറിച്ച് അത് അവനിൽ തന്നെയുള്ളതാണ്. അപ്പോൾ യേശുവിൽ തന്നെയുള്ളതാണ് ഇതെല്ലാം. അങ്ങനെയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതേ കൃപകളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന അനുഗ്രഹവും ഇത് തന്നെയാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ദിവസം നാം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ അന്ധകാരങ്ങൾ അകന്നു പോകാൻ, നാമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങൾ വിട്ടുപോകാൻ വെളിച്ചമായ ഈശോയെ ആ മേഖലയിലേക്ക് നമ്മൾ വിളിക്കണം. വെളിച്ചമായ യേശുവിനെ ആ മേഖലയിൽ നമ്മൾ പ്രതിഷ്ഠിക്കണം. വെളിച്ചമായ യേശുവിനെ ആ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അവിടെയാണ് ശരിയായിട്ടുള്ള സന്തോഷം ഉണ്ടാവുന്നേ, സമാധാനം ഉണ്ടാവുന്നേ.
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പക്ഷേ ഒരു ഇരുണ്ട് കിടക്കുന്ന ഒരു മുറിയിൽ നാം ആയിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു വെളിച്ചം അവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം മുഖം പ്രകാശിക്കാൻ തുടങ്ങും. കാരണം എന്താണ്? ഇരുട്ട് നിറഞ്ഞ സമയത്ത് നമുക്ക് നമ്മുടെ മുഖത്തെ കാണുവാനോ അടുത്തുള്ളവരുടെ മുഖത്തെ കാണുവാനോ ഒന്നിനും സാധിക്കുകയില്ല. എന്നാൽ ഒരു വെളിച്ചത്തിൻ്റെ ഒരു കണിക ആ റൂമിലേക്ക്, ഇരുണ്ട് കിടക്കുന്ന റൂമിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അതിന് സാധിക്കുന്ന വിധത്തിൽ ആ പ്രകാശത്തെ പങ്കുവയ്ക്കുകയാണ്. എന്ന് പറയുമ്പോൾ പങ്കുവയ്പ്പിലൂടെയാണ് ശരിയായിട്ടുള്ള ദൈവീക വെളിച്ചം മറ്റുള്ളവരിലേക്ക് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത്. പങ്കുവയ്ക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആ പങ്കുവയ്പ്പിലൂടെ ദൈവീക ചൈതന്യം മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കും. അതാണ് ശരിക്കുള്ള ആനന്ദം ഒരു വ്യക്തിക്ക് നൽകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശമാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്നത്. ലോകത്തിൻ്റെ വെളിച്ചമായി ഞാൻ വന്നു, എന്നെ അനുഗമിക്കുന്ന ഒരാളും അന്ധകാരത്തിൽ നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ന്യൂമാൻ പറയുന്നത്, വെളിച്ചമേ നയിച്ചാലുമെന്ന്. വെളിച്ചമേ നയിച്ചാലും, വെളിച്ചമായ കർത്താവെ എന്നെ അനുനിമിഷവും നയിക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. വെളിച്ചമായി ഈശോ നമ്മെ നയിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള അന്ധകാരമെല്ലാം നീങ്ങിപ്പോവും. നാം വെളിച്ചത്തെ പിന്തുടർന്നാൽ മതി, യേശുവിനെ പിന്തുടർന്നാൽ മതി. അവിടെ ഒരു അന്ധകാരവും ഒരു തിന്മയും നമ്മെ പൂർണ്ണമായും സ്വാധീനിച്ച് നശിപ്പിച്ച് കളയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിൽ വ്യാപരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിലൂടെ കടന്നു വരുന്ന ആ ഒരു പുതിയ ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സമയം, പ്രത്യേകമായി ഇന്ന് നമ്മൾ സമർപ്പിച്ച നിയോഗമെന്ന് ഓർക്കാം. കിടപ്പ് രോഗികളായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് സമർപ്പിക്കാം. അവരുടെ രോഗാവസ്ഥയിൽ ആശ്വാസമായി, പുതു ചൈതന്യമായി, പുതിയ വെളിച്ചമായി ഈശോയെ അങ്ങ് കടന്നു വരണമേ, ശക്തിപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ എല്ലാ ജീവിത മേഖലകളെയും സമർപ്പിക്കാം. ജീവിത ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവിക ചൈതന്യം കുടുംബങ്ങളിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് ഇന്നേ ദിവസം നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ച് ഒരു ജപമാലയോ കരുണ ജപമാലയോ ഒക്കെ ചൊല്ലി ആത്മീയമായ ആ ഒരു കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. വലിയൊരു വചനത്തിൻ്റെ നിറവും അഭിഷേകവും ഈ ശുശ്രൂഷകളിലൂടെ ചൊരിയപ്പെടുവാനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. സകല വിശുദ്ധരുടെയും പ്രത്യേകമായ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. മാലാഖമാരുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം, കാവൽ മാലാഖമാരുടെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നമുക്ക് യാചിക്കാം. ഇടവക മധ്യസ്ഥൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. പൂർണ്ണമായും നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം.
തന്നെ എന്നേക ദൈവം, നിന്നിലൂടത്രേ രക്ഷ. നീ തന്നെ എന്നേക ദൈവം, നിന്നിലൂടത്രേ രക്ഷ. എനിക്കായരുളി എന്റെ ദൈവം, നിന്റെ വിശ്വാസം നിൻ പരിരക്ഷ. എനിക്കായരുളി എന്റെ ദൈവം, നിന്റെ വിശ്വാസം നിൻ പരിരക്ഷ. ഞാനാണു ദൈവം, ഞാനാണു മാർഗം, നേർവഴി കാട്ടുവതും ഞാൻ മാത്രം. അവനിൽ വിശ്വസിച്ചോർക്ക് ജീവനുണ്ടായി സമൃദ്ധമാകാം. അവനിൽ വിശ്വസിച്ചോർക്ക് ജീവനുണ്ടായി സമൃദ്ധമാകാൻ. നിൻ വചനമാം സത്യസന്ദേശം നൽകിയ നാഥനിൽ വിശ്വസിപ്പൂ ഞാൻ. നിൻ വചനമാം സത്യസന്ദേശം നൽകിയ നാഥനിൽ വിശ്വസിപ്പൂ ഞാൻ. ഞാനാണു ദൈവം, ഞാനാണു മാർഗം, നേർവഴി കാട്ടുവതും ഞാൻ മാത്രം. ഞാനാണു ദൈവം, ഞാനാണു മാർഗം, നേർവഴി കാട്ടുവതും ഞാൻ മാത്രം. വഴിയും സത്യവും ജീവനും ഞാനല്ലോ, വഴിയും സത്യവും ജീവനും ഞാനല്ലോ. വിശ്വസിക്കൂ മകനേ, വിശ്വസിക്കൂ മകളേ, വിശ്വസിക്കൂ മകനേ, വിശ്വസിക്കൂ മകളേ, വിശ്വസിക്കൂ മകനേ, വിശ്വസിക്കൂ മകളേ. തിരുസഭയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടുമൊത്ത് സന്യസ്തരോടും എല്ലാ ദൈവജനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ദിവസം ആശംസിക്കുന്നു.